എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിഗോണിയ എന്ന ചെടി എല്ലാ വീടുകളിലും സാധാരണ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. 100-ലധികം സ്പീഷീസുകളിലായി ബിഗോണിയ ചെടികൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ വളരെ വ്യത്യസ്തമായ ഒരു ബിഗോണിയ ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വ്യത്യസ്ത നിറത്തിലുള്ള കളറും അതിൻ്റെ ഡിസൈനുമാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ചെടി പരിചയപ്പെടുത്താൻ കാരണം. ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ബിഗോണിയ ഹെറാക്ലിഫോളിയ എന്നാണ്. ഇത് ബിഗോണിയ ഫാമിലിയിൽ തന്നെ പെട്ട ഒരു ചെടി തന്നെയാണ്. ഇതിന് ബിഗോണിയാസിയ എന്ന് തന്നെയാണ് അതിൻ്റെ ഫാമിലി പേര് വരുന്നത്. ഈ ചെടിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മെക്സിക്കോയാണ് ഇതിൻ്റെ ജന്മദേശം. ഈ ചെടിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മനോഹരമായ പച്ച ചുവപ്പ് നിറത്തിലുള്ള ഇലകളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാലന രീതികൾ എന്ന് നമുക്ക് നോക്കാം. വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. അതേപോലെ തന്നെ തണൽ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ്. നേരിട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുമെങ്കിലും ഇത് ഇലകളെ കരിയിച്ച് കളയാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിനാവശ്യമായ വെള്ളത്തിൻ്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ മിതമായ ജലസേചനം ആവശ്യമുള്ള ചെടി തന്നെയാണിത്. അതുകൂടാതെ മണ്ണ് ഒരു ചെറിയ രീതിയിലുള്ള വരൾച്ച ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ തുടർച്ചയായി ഈർപ്പം ഉണ്ടാവുകയും അരുത്. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. കൂടുതൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതിനാലാണ് അത് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇതിനാവശ്യമായ മണ്ണിൻ്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ മോസ്, പെർലൈറ്റ്, ഗാർഡൻ മണ്ണ് എന്നിവയുടെ മിശ്രിതം ഇവക്ക് നല്ലതാണ്. അതുകൂടാതെ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ബിഗോണിയക്ക് എത്രമാത്രം താപനില വേണമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുയോജ്യമായ ഒരു ചെടി തന്നെയാണിത്. ചെറിയ രീതിയിൽ ഈർപ്പം നിലനിർത്തുന്നതിന് വലിയ പ്രശ്നമില്ലെങ്കിലും സ്ഥിരമായ ഈർപ്പം ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതൊക്കെ സമയത്താണ് ഇതിന് വളം നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം. മാസത്തിൽ ഒരിക്കൽ ദ്രാവക രീതിയിലുള്ള വളങ്ങൾ നൽകുന്നതിന് അനുയോജ്യമാണ്. ഈ ചെടി കൂടുതലായി വളർച്ച കാണിക്കുന്നത് വസന്തകാലത്തും മഴക്കാലത്തുമാണ്. ഈ കാലയളവിൽ വളം നൽകുന്നത് ഉചിതമായിരിക്കും. ഈ ചെടിക്ക് പ്രൂണിങ് നൽകേണ്ടതുണ്ടോ എന്നാണ് അടുത്ത ഒരു ചോദ്യം. ആവശ്യമില്ലാത്ത തണ്ടുകൾ മാത്രം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പച്ചപ്പുഴു, മീലി ബഗ് തുടങ്ങിയ കീടങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുള്ള ചെടിയാണിത്. ജൈവ കീടനാശിനികളായ പുകയില കഷായമോ തുള്ളി മിശ്രിതമോ ഉപയോഗിച്ച് ഈ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതിര് കടന്ന ജലസേചനം കൊണ്ട് പുഴുക്കളും ഫംഗൽ അറ്റാക്കുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പ്രചരണം അതുമല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ സാധ്യമാവുക എന്ന് നമുക്ക് നോക്കാം. 2 രീതിയിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്തു വരുന്നത്. ഒന്നാമത്തെ രീതി തണ്ട് പ്രചരണം അഥവാ സ്റ്റെം കട്ടിങ്. രണ്ടാമതായി ഇല കട്ട് ചെയ്തുകൊണ്ട് പ്രൊപ്പഗേഷൻ നടത്തുന്ന രീതിയാണ്. ആദ്യത്തെ രീതിയായ സ്റ്റെം കട്ടിംഗ് രീതി എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. 4 മുതൽ 6 വരെ ഇഞ്ച് നീളമുള്ള ആരോഗ്യകരമായ തണ്ട് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇലകളുടെ അടിയിലത്തെ ഭാഗങ്ങൾ നീക്കം ചെയ്യുക. നീക്കം ചെയ്തതിന് ശേഷം വേരുണ്ടാവുന്നതിന് വേണ്ടി വെള്ളത്തിൽ മുക്കി കുറച്ച് ദിവസം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതുമല്ലെങ്കിൽ മണ്ണിൽ നേരിട്ട് നടാവുന്നതുമാണ്. അതിനുശേഷം 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതിയായ ഇലകൾ ഉപയോഗിച്ച് ബിഗോണിയ ചെടി എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു ചെടി കണ്ടെത്തുക. ആ ചെടിയുടെ തണ്ട് ഭാഗം കട്ട് ചെയ്ത് കളയുക. നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലേക്ക് ഈ ഇല വെക്കുക. അതിൻ്റെ നടുഭാഗത്തേക്ക് അല്പം മണ്ണ് വാരി ഇടുക. അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്ത് നൽകുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നടീൽ രീതി പൂർണ്ണമാവും. 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ മുള വരാൻ തുടങ്ങും. 2-3 ഇലകൾ വന്നതിന് ശേഷം ഈ ചെടി മാറ്റി നടാവുന്നതാണ്. ഈ രീതിയിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധ്യമാവുന്നത്. ബിഗോണിയ ഹെറാക്ലിഫോളിയയുടെ പരിചരണവും അതിൻ്റെ നടീൽ രീതിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ചെടികളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളും ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനബിൾ ചെയ്യാൻ മറക്കരുത്. ചെടികൾ ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ.